യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു എ.പി. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചു. താഴ്ന്ന ജാതിക്കാരനായതിനാൽ തന്നെ ഒറ്റപ്പെടുത്തിയെന്ന് വിഷ്ണുവിന്റെ ആരോപണം. നേതാക്കന്മാരുടെ പെട്ടിയെടുത്താൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നും വിഷ്ണു. PR പ്രവീണയാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രവീണ, ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണല്ലോ വിഷ്ണുവിന്റെ ഈ ഒരു രാജി. എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനമാണ്. ഈ ദിവസം തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ വിഷ്ണു എ.പി. രാജിവെക്കാൻ തിരഞ്ഞെടുത്തതും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നുവെന്ന് അറിയിച്ചാണ് ജില്ലാ പ്രസിഡന്റായ നേമം ഷജീറിന് ഈ കത്ത് കൊടുത്തിരിക്കുന്നത്. ഈ കത്തിൽ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. താൻ ജാതി രാഷ്ട്രീയത്തിന്റെയും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെയും മറ്റൊരു ബലിയാടാണ്. നാളിതുവരെ ഒരു പരിപാടിയിലും കോൺഗ്രസിന്റേതായ ഒരു പരിപാടിയിലും തന്നെ അറിയിക്കുകയോ പങ്കെടുപ്പിക്കുകയോ ചെയ്തിട്ടില്ല. താൻ താഴ്ന്ന SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട്, SC സമുദായത്തിൽപ്പെടുന്ന ഒരാളായതുകൊണ്ടാണ് അതിങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് താൻ ജാതി രാഷ്ട്രീയത്തിന്റെ ഇരയാണ്. ഈ കോൺഗ്രസ് പാർട്ടിയിൽ പെട്ടിയെടുക്കുന്നവർക്കും ഉന്നത കുലജാതർക്കും മാത്രമാണ് സ്ഥാനമുള്ളത്. അതുകൊണ്ട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഞാൻ രാജിവെക്കുകയാണ് എന്ന് മാത്രവുമല്ല, SDPI പോലുള്ള വർഗീയ ശക്തികളുടെ അടിമത്തത്തിലാണ് ഇന്ന് ഈ പ്രസ്ഥാനം. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് താൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞാണ്, അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പറഞ്ഞാണ് വിഷ്ണു ഈ രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. ശരി പ്രവീണ, യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു എ.പി. ആണ് ഇപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത്.